രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യുവ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോഴും അല്ലെന്നല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് എപ്പോഴൊക്കെയോ പുള്ളിയുടെ കാലൊന്ന് ഇടറിപ്പോയി. അപ്പം ആ ഇടറിപ്പോയ സമയത്ത് പുള്ളിയെ ഒരു നിസ്സാരം ഇല്ല, ഒരു കറിവേപ്പില, കറിയിൽ കിടക്കുന്ന ഒരു കറിവേപ്പിലയെ പോലെ എടുത്ത് വലിച്ചെറിയുകയാണ് ആ ഒരു പാർട്ടി ചെയ്തത്, അല്ലേ? അത്രയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ആത്മാർത്ഥമായിട്ട് പാർട്ടിയെ സ്നേഹിക്കുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ആരോപണത്തിൻ്റെ പേരിൽ, വെറും ആരോപണത്തിൻ്റെ പേരിൽ കോടതി പോലും പുള്ളിയെ വെറുതെ വിട്ടു, അല്ലേ? ഈ ഒരു കേസ് തെളിയിക്കാൻ പറ്റിയില്ല. ആരോപണത്തിൻ്റെ പേരിൽ ഒരു കരിയില, അല്ലെങ്കിൽ ഇല്ല കറിവേപ്പില, കറിയിൽ കിടക്കുന്ന കറിവേപ്പില പോലെയാണ് പുള്ളിയെ വലിച്ചങ്ങോട്ട് എറിഞ്ഞത്. സ്വന്തം പാർട്ടി, അല്ലേ? ഇപ്പം പാലക്കാട് പുള്ളിയെ മത്സരിപ്പിക്കത്തില്ല, പാലക്കാട് പുള്ളിക്ക് സീറ്റ് കൊടുക്കത്തില്ല. നിയമസഭാ മത്സരത്തിൽ പുള്ളിക്ക് സീറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വാർത്ത ഈ ഒരു ന്യൂസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചിരിയാണ് വന്നത്. കാരണം എന്തൊരു മണ്ടത്തരമാണ് ഈ ന്യൂസിനകത്ത് പറയുന്നത്. എന്തായാലും ആദ്യം ന്യൂസ് കാണാം, ന്യൂസ് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം സർപ്രൈസ് സ്ഥാനാർത്ഥി വരും. ലൈംഗികാതിക്രമ പരാതികളുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് തീരുമാനം. മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ ഇനിയും ആരോപണങ്ങൾ വരുമെന്നതാണ് പാർട്ടിയുടെ നിലപാട്. മണ്ഡലത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കി വിവാദം മറികടക്കാനാണ് തീരുമാനം. വനിതാ സ്ഥാനാർത്ഥിയെ പാലക്കാട് ഇറക്കണമെന്നും അഭിപ്രായമുണ്ട്. റോഷിപാൽ വിവരം നൽകും. റോഷിപാൽ, സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ആരാകുമെന്നിപ്പോൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല, പക്ഷേ എന്തെങ്കിലും സൂചനകളുണ്ടോ റോഷിപാൽ? സ്മൃതി, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർപ്രൈസ് സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകും. അത് ആരാണെന്നുള്ള സൂചന പോലും നൽകാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറല്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി പാലക്കാട്ട് മത്സരിപ്പിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, പാർട്ടിക്ക് പുറത്തു കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്നുണ്ടാക്കിയ ആ വിവാദങ്ങൾ മറികടക്കാനുള്ള മാർഗം മികച്ച ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുക എന്ന് തന്നെയാണ്. വനിതാ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിൽ തന്നെ പല കോണുകളിലും ഉയരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ തവണ പാലക്കാട് ജില്ലയിലെ ഒരു നേതാവിന് അവസരം നൽകണമെന്ന ആവശ്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം പരിഗണിച്ച് ഈ മാപ്ര ചാനലുകളിൽ വരുന്ന വാർത്ത കണ്ടിട്ട് എനിക്ക് ചിരിയാണ് സത്യത്തിൽ വരുന്നത്. എന്തൊരു വിഡിത്തമാണ് ഈ മാപ്ര ചാനലുകൾ അടിച്ചിറക്കി വിടുന്നത്, അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് പാർട്ടിയിലുണ്ടോ? സ്വന്തം പാർട്ടി തന്നെ പുള്ളിയെ പുറത്താക്കിയില്ലേ? പാർട്ടി പുറത്താക്കിയ ഒരാൾക്ക് എങ്ങനെയാണ് സീറ്റ് കൊടുക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, ഈ മാപ്ര ചാനലുകളൊക്കെ എന്തെങ്കിലും വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിലേക്കാണ് അടിച്ചിറക്കി വിടുന്നത്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാർട്ടിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ 100% പാലക്കാട് രാഹുൽ തന്നെ തൂക്കും. കാരണം രാഹുലിനെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, രാഹുൽ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, അല്ലേ? രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല, പക്ഷേ രാഹുൽ ഈ പറയുന്നിട്ടുള്ള ഇരയായിട്ട് വന്നിട്ടുള്ള, അല്ലെങ്കിൽ രാഹുൽ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഈ 2 യുവതികളുടെ പരാതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും എത്രത്തോളം ഇത് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എത്രത്തോളം അത് കള്ളപ്പരാതിയാണെന്ന്. കാരണം ഇവർ രണ്ടുപേരെയും രാഹുൽ തട്ടിക്കൊണ്ട് പോയതല്ല, അല്ലേ? അവരെ പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ പരസ്പര സമ്മതത്തോടുകൂടി മാത്രമാണ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ളത്. അത് കോടതിക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് കോടതി രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് പോലീസിനോട് പറഞ്ഞത്. എന്നിട്ട് എന്തായി? രാഹുൽ വോട്ട് ചെയ്യാൻ വന്നല്ലോ, എന്നിട്ട് രാഹുലിന് വല്ലതും സംഭവിച്ചോ? പോലീസ് അറസ്റ്റ് ചെയ്തോ? ഇല്ല. അത് കോടതിക്ക് നല്ല ബോധ്യമുണ്ട്. കോടതിക്ക് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് കോടതി വരെ പോലീസിനോട് പറഞ്ഞത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ ഇത്രയും ഒരു കള്ളക്കഥ രാഹുലിൻ്റെ മേലെ വന്നിട്ട് പോലും ക്രൂരമായിട്ട് രണ്ട് യുവതികളുടെ ഭാഗത്തു നിന്നുള്ള കഥകൾ വന്നിട്ട് പോലും രാഹുലിനെ കോടതി ശിക്ഷിച്ചോ? ഇല്ല. എന്തുകൊണ്ട്? ഇത് കള്ളമാണെന്ന് അരിയാഹാരം കഴിയുന്ന ജനങ്ങൾക്കറിയാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രാഹുലിൻ്റെ ഈ ഒരു വിഷയം നമ്മൾ കണ്ടതാണ്. ഇലക്ഷൻ തീരുന്നത് വരെ രാഹുലിൻ്റെ വിഷയം ആളിക്കത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും രാഹുലും ഇല്ല, രാഹുലിൻ്റെ കൂടെയും ഇല്ല എന്നൊരവസ്ഥയിലായി, അല്ലേ? പിന്നെ ആർക്കും വേണ്ട, പിന്നെ മാപ്ര ചാനലുകൾക്കും മാപ്രകൾക്കും രാഹുലിനെയും വേണ്ട, ആരെയും വേണ്ട, കഴിഞ്ഞു. അവർ മുമ്പേ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ആ ഒരു ഇലക്ഷനോടുകൂടി അവസാനിച്ചു. എന്നിട്ട് വല്ല ഉപകാരം ഉണ്ടായോ? എന്നിട്ട് വല്ല പ്രയോജനപ്പെട്ടോ? ഇല്ല. ഇവിടെ രാഹുൽ കോൺഗ്രസിലേക്ക് ശക്തമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും കോൺഗ്രസ് പാർട്ടിക്ക് നല്ലത്. അല്ലെങ്കിൽ ഒരു കാരണം വെച്ചാലും ഈ കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെടുത്തില്ല. ഇവിടെ UDF-ലേക്ക് അൻവറിനെ തിരിച്ചെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെടുത്തുകൂടാ? കാരണം അത്രയ്ക്കും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതും ആ ഒരു കോൺഗ്രസ് പാർട്ടിയെ അത്രയ്ക്കും സ്നേഹിച്ചിട്ടുള്ളതും ആയിട്ടുള്ളൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലേ? അപ്പോൾ ചെറിയ ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ വന്ന സമയത്ത്
എന്ത് നിസ്സാരമായിട്ടാണ് ഇല്ല കരിയില വലിച്ചെറിയുന്നത് പോലെ പുള്ളിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇനിയുള്ള തലമുറയ്ക്ക് ഇതുപോലുള്ള യുവ നേതാക്കളെയാണ് ആവശ്യം. അല്ലാതെ കുഴിയിൽ കാലും നീട്ടിയിരിക്കുന്ന ഒരു 50-60 വയസ്സുള്ള അല്ലെങ്കിൽ 70 വയസ്സുള്ള കുറേ കസേരയ്ക്കും ഈ പറഞ്ഞിട്ടുള്ള സ്ഥാനങ്ങൾക്കും വേണ്ടി മാത്രം പിടിച്ച് ആ കസേരയെ പിടിച്ച് അള്ളിപ്പിടിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ അവരെയൊന്നും ജനങ്ങൾക്ക് ഇനി ആവശ്യമില്ല. ഇതുപോലുള്ള ചുറുചുറുക്കുള്ള യുവ നേതാക്കളെയാണ് ആവശ്യം. അപ്പം ഇതുപോലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലത്തുള്ള ആളുകൾ കയറി വന്നില്ലെങ്കിൽ, തിരിച്ചെടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലുള്ള പാർട്ടികൾ തകർന്നു പോകത്തേ ഉള്ളൂ. ഇത് തകർച്ചയുടെ 1ാം ഘട്ടമാണ്, അതാദ്യം മനസ്സിലാക്കുക. ഈ ഒരു കോൺഗ്രസ് പാർട്ടിയൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു പാർട്ടിയിലേക്ക് തിരിച്ചു വരണം, കോൺഗ്രസിൽ തന്നെ നിലനിൽക്കണമെന്നാണ് അല്ലേ. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ജനുവരി 7 വരെ കോടതി നീട്ടിയേക്കുവാണ്. ആ ഒരു വാർത്തയും കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും ആശ്വാസം. അറസ്റ്റിനുള്ള വിലക്ക് ജനുവരി 7 വരെ ഹൈക്കോടതി ഇപ്പോൾ നീട്ടിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നത് ജോഷി കുര്യനാണ്. ജോഷി, പറഞ്ഞോളൂ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. സാധാരണ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. അദ്ദേഹം ഇന്ന് അവധിയാണ്. അതുകൊണ്ട് ജസ്റ്റിസ് ബെച്ചു ഗ്രീൻദോസിന്റെ ബെഞ്ചിലാണ് ഇപ്പോൾ വന്നത്. ആ സമയത്താണ് അത് പിന്നീട് പരിഗണിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത്. ആ സമയത്താണ് പ്രതിഭാഗ അഭിഭാഷകൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ അറസ്റ്റ് വിലക്ക് ഇന്ന് വരെയാണ് ഉള്ളതെന്നും അത് നീട്ടണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്നാണ് കേസ് ഇനി പരിഗണിക്കുന്ന ജനുവരി 7 വരെ അറസ്റ്റ് വിലക്ക് നോട്ട് ടു അറസ്റ്റ് പറഞ്ഞുകൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇനി ജനുവരി 7 ഈ കേസിലെ, അതായത് ആദ്യത്തെ ബലാത്സംഗ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കുക. കണ്ടല്ലോ, ജനുവരി 7 വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നീട്ടിയേക്കുവാണ്. അപ്പം ഹൈക്കോടതി വരെ ഈ ഒരു കേസിന് പുല്ലുവിലയാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ മാപ്രകൾക്കും മാപ്ര ചാനലുകൾക്കും പോലീസുകാർക്കും കൊടുത്തൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. എന്തൊക്കെ ആഘോഷങ്ങളായിരുന്നു എലക്ഷൻ തീരുന്നത് വരെ. രാഹുൽ മാങ്കൂട്ടം മൂടിലും ഉറക്കത്തിലും എവിടെ നോക്കിയാലും രാഹുൽ മാങ്കൂട്ടത്തിലുള്ളായിരുന്നു. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ട് ആർക്കും ഒന്നും സംസാരിക്കണ്ട, ഒരു മാപ്രകൾക്കും ഒരു മാപ്ര ചാനലുകാർക്കും സംസാരിക്കണ്ട അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ വല്ല വാർത്തയ്ക്ക് വല്ല ക്ഷാമം വരുന്ന സമയത്ത് കാണാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരൊന്നും എടുത്തിടും. അതല്ലാതെ വേറൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ കെ സുധാകരന് മാത്രമേ ഉള്ളൂ ഇച്ചിരിയെങ്കിലും ആത്മാർത്ഥതയുള്ളത്. അദ്ദേഹത്തെ ആണെങ്കിൽ പുള്ളിയെ അത് പാർട്ടിയിൽ നിന്ന് മാറ്റിക്കളയുകയും ചെയ്തു അല്ലേ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു യുവ നേതാവിനെ ഈ ഒരു പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ അടിത്തറ ഇളകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ നോക്കിയോ, ഈ സതീശനൊന്നും ജയിക്കാൻ പോകുന്നില്ല. സതീശനൊക്കെ ഇനി എത്ര മലക്കം പറഞ്ഞാലും പുള്ളിയൊന്നും ആരും ജയിപ്പിക്കത്തില്ല. ഇവിടെ തെറ്റാർക്കും സംഭവിക്കും. ഇനി അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അത് തിരുത്തി കൊടുക്കുവാണ് വേണ്ടുന്നത് അല്ലേ. അപ്പോൾ നേരെ മറിച്ച് തിരുത്തി കൊടുക്കുന്നതിന് പകരം പുള്ളിയെ എടുത്ത് അയ്യത്തെറിയോ അല്ല, കരിയില പോലെ വലിച്ചെറിയോ അല്ല വേണ്ടുന്നത്. ഇവിടെ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ ചാണ്ടി ഉമ്മൻ ഒരു കാര്യം പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഒരാളെ പറ്റി ഒരു ആക്ഷേപം വന്നു. ആക്ഷേപം ഒഫീഷ്യലി വരുന്നതിന് മുമ്പ് അയാളെ സസ്പെൻഡ് ചെയ്തു. ഒരു ഇമെയിൽ വന്നപ്പോൾ അയാളെ പുറത്താക്കി. പേര് പോലും ഇല്ലാത്തൊരു ഇമെയിലായിരുന്നു. പുറത്താക്കി. പാർട്ടി നടപടി എടുത്തു. ഇതിൽ എന്ത് ചെയ്യാൻ പറ്റൊരു പാർട്ടിക്ക്? പക്ഷേ ഞങ്ങളുടെ 99.99% ആൾക്കാരിൽ എവിടെ പ്രശ്നം? ഒരു MLA പുറത്ത് വന്നു, അത് കുറ്റക്കാരനെന്ന് കോടതി പറഞ്ഞു, അയാൾ തെറ്റുകാരനെന്ന് കോടതി പറഞ്ഞു. ഇതുവരെ ജാമ്യമല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടി ചില മോറൽസ് പിൻപറ്റുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലാരിഫിക്കേഷൻ തരട്ടെന്ന് പറഞ്ഞാൽ കോടതി ശിക്ഷിച്ചിട്ടില്ല, ജാമ്യം കൊടുത്തിരിക്കുന്ന ഒരാളാണ്. അപ്പം ഇവിടെ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ ഇത് അതിനെക്കാട്ടി വലിയ കിടക്കുന്നു, എന്തെങ്കിലും നടപടി എടുത്തു. ഇപ്പം അദ്ദേഹം അഗ്നിശുദ്ധി ചെയ്ത് തിരിച്ചു വരേണ്ട ഒരാളാണ്. അത് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നു. അതുവരെ അദ്ദേഹം പുറത്തേക്കട്ടെ പാർട്ടി തീരുമാനിച്ചു. അതല്ലേ പാർട്ടി നിലപാട്. അത് ജയിലിൽ കിടക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾക്കുണ്ടോ? ഇത് ജയിലിൽ പോലും വിട്ടില്ലല്ലോ. ചാണ്ടി ഉമ്മൻ പറഞ്ഞത് കണ്ടല്ലോ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു അവസരം കൂടെ കൊടുക്കണം. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലത്തുള്ള യുവ നേതാക്കളെയാണ് ഇനിയുള്ള തലമുറയ്ക്ക് ആവശ്യം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അല്ലാതെ 10, 70, 80 വയസ്സുള്ള കുഴിയിലോട്ട് കാല് നീട്ടി ഇരിക്കുന്ന കുറേ ഈ പറഞ്ഞിട്ടുള്ള സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി മാത്രം കടിച്ചു തൂങ്ങി കിടക്കുന്ന കുറേ ആളുകളെയല്ല ഇനിയുള്ള തലമുറയ്ക്ക് ആവശ്യം. ഇതുപോലെ ചൂടും ചുരുക്കും ആത്മാർത്ഥതയോടുകൂടി നല്ല സത്യസന്ധതയോടുകൂടിയും പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലത്തുള്ള ആളുകളെയാണ്, ഷാഫി പറമ്പിൽ, ഇതുപോലുള്ള ആളുകളെയാണ് ഇനിയുള്ള തലമുറയ്ക്ക്, ഇനിയുള്ള ആളുകൾക്ക് ആവശ്യം അല്ലേ. ഇവിടെ ഇതൊക്കെ ഇപ്പം ഈ ചാണ്ടിയമ്മൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഈ സതീശനും മുരളിയും ചെന്നിത്തലയൊക്കെ കണ്ട് പഠിക്കണം. ഒരാളെ ഒരു പാർട്ടിയിൽ നിന്ന് ഒരു ആരോപണം വരുന്ന സമയത്ത് പാർട്ടിയിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ എന്തൊരു ആവേശമായിരുന്നു ഇവർക്കല്ലേ. ഇതൊക്കെ അവർ കണ്ടു പഠിക്കണം. കാരണം വരുന്ന തലമുറയ്ക്ക് കൂടി ഒരു അവസരം കൊടുക്കണം. അല്ലാതെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിൽ ഇതിന് മുമ്പേ ഉള്ള
മുതിർന്ന നേതാക്കന്മാർ വളർന്നു വരുന്ന യുവ നേതാക്കളെ അടിച്ച് താത്ത് കളയുന്ന ഒരു സ്വഭാവം മുമ്പേ കാണിച്ചിട്ടുണ്ട് അല്ലേ? അതാണ് ഈ ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ടുള്ളൊരു, ഈ പാർട്ടി താഴോട്ട് പോകാനുള്ളൊരു ഘടകം എന്നത്. കാരണം പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു അവസരങ്ങളൊന്നും ഇവരാരും കൊടുക്കുന്നില്ല. അപ്പം ആ പാർട്ടിയിൽ അടിച്ചു തൂങ്ങി കിടക്കുന്ന ആളുകൾ തന്നെ ആ ഒരു പാർട്ടിയെ കൊണ്ടുപോകും എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ആ ഒരു തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയും കൊണ്ട് കിടക്കുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ സത്യം പറഞ്ഞാൽ മാറി നിന്നാൽ മാത്രമേ ഈ ഒരു പാർട്ടിക്ക് വളർച്ച ഉണ്ടാവത്തുള്ളൂ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ഉറപ്പായിട്ട് തിരിച്ചെടുത്താൽ മാത്രമേ ഈ കോൺഗ്രസിൻ്റെ അടിത്തറ കുറച്ചുകൂടെ ഒന്ന് ശക്തിപ്പെടും. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അടിത്തറ പൊളിഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സതീശിനൊക്കെ നോക്കിയോ, സതീശിനൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാൽ, എന്തൊക്കെയാണ് പുള്ളി കാണിച്ചു കൂട്ടിയിട്ടുള്ളത്? ജയിക്കാൻ പോകുന്നില്ല, ജനങ്ങൾ ജയിപ്പിക്കത്തില്ല. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിൽക്കണ്ട, സീറ്റ് കൊടുത്തില്ലെങ്കിൽ കൊടുക്കണ്ട. പുള്ളിക്ക് ഒറ്റയ്ക്ക് നിന്ന് സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ച് കയറി വരാനുള്ള എല്ലാ കേപ്പബിലിറ്റിയും പുള്ളിക്ക് ഉണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്.